ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സിദ്ധീസ് ഫുഡ് ബുക്കിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് റെഡിയാർ ചിക്കൻ തോരൻ. ഈ ഒരു റെസിപ്പി ആന്ധ്രയിൽ റെഡിയാർ ഫാമിലിയിൽ ഉണ്ടാക്കുന്ന ചിക്കൻ തോരൻ റെസിപ്പിയാണ്. എങ്ങനെ ചെയ്യാന്നുള്ളത് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 1 കിലോ ചിക്കൻ ഇതുപോലെ ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു റെസിപ്പിയിലേക്ക് ബോൺലെസ് പീസസ് ആയിരിക്കും ഏറ്റവും നല്ലത്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 കപ്പ് വെള്ളവും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇത് നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നല്ലപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം അതിലേക്ക് 1/2 കപ്പ് ചെറിയ ഉള്ളി സ്ലൈസ് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കുക. മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ച് നല്ലപോലെ ചിക്കൻ കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ചിക്കൻ ഒന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് എരിവിനായിട്ട് 1.5 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഇതിലേക്ക് എരിവിനായിട്ട് വേറെ പച്ചമുളകൊന്നും ആഡ് ചെയ്യാൻ പോകുന്നില്ല. അതുകൊണ്ട് ഇതിലേക്ക് എരിവിനായിട്ട് എത്ര മുളക് പൊടിയാണോ വേണ്ടത് അളവിൽ മാറ്റം വരുത്താം. ഇനി മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ച് നല്ലപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അത് കുക്കാവുന്ന സമയം കൊണ്ട് നമ്മൾ ഇതിലേക്ക് നാളികേരം ചതച്ചെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് നാളികേരം, 1 ടീസ്പൂൺ ജീരകം, കുറച്ച് കരിവേപ്പിലയും കൂടി ചേർത്തി സാധാരണ തോരനൊക്കെ നമ്മൾ ചതച്ചെടുക്കുന്നത് പോലെ നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. വെള്ളമൊന്നും ചേർക്കാതെ ജസ്റ്റ് ഒന്ന് ചതച്ച് മാത്രം എടുക്കുക, പേസ്റ്റ് ആവരുത്. അപ്പോൾ നല്ലപോലെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ ഇപ്പോൾ നല്ലപോലെ വെന്ത് അതിലെ വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന നാളികേരക്കൂട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഒരു സിം ഫ്ലെയിമിൽ ഒരു 2 മിനിറ്റ് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് വെച്ച് കൊടുക്കുക. രണ്ട് മിനിറ്റിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതൊന്ന് മാറ്റി വയ്ക്കുക. അതിനുശേഷം ഒരു മൺചട്ടിയിലേക്ക് 2 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കടുക് പൊട്ടിയതിന് ശേഷം 1 കപ്പ് ചെറിയ ഉള്ളി സ്ലൈസ് ചെയ്തിട്ടുള്ളത്. നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ എത്ര ചെറിയ ഉള്ളിയാണോ എടുത്ത് അതിനേക്കാൾ കുറച്ചും കൂടെ കൂടുതലായിട്ട് 1 കപ്പ് ചെറിയ ഉള്ളി സ്ലൈസ് ചെയ്തതും കൂടി നല്ലപോലെ വഴറ്റി കൊടുക്കുക. കുറച്ച് കരിവേപ്പിലയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഉള്ളിയുടെ നിറം മാറുന്നത് വരെ നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഏകദേശം ഒരു 3 മിനിറ്റിന് ശേഷം ഉള്ളി നല്ലപോലെ വഴണ്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ നാളികേരക്കൂട്ടും കൂടിയിട്ട് ആഡ് ചെയ്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ചട്ടിയിലേക്ക് നല്ലപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് മീഡിയം ഫ്ലെയിമിൽ തന്നെ ഒരു 2 മിനിറ്റ് വെക്കുക. 2 മിനിറ്റിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്കിത് ചൂടോടെ സെർവ് ചെയ്യാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. സിദ്ധീസ് ഫുഡ് ബുക്ക് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ഐക്കണും കൂടി പ്രസ് ചെയ്യുകയാണെന്ന് വെച്ചാൽ നോട്ടിഫിക്കേഷൻസ് വരുന്നതായിരിക്കും. ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്